സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വായനയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപായി എൻ്റെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താങ്കൾക്ക്, അതായത് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ചെയ്യാവുന്നതാണ്. ബാക്കി റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കിവിടെ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുമായി വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചോർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വായനയുടെ തലക്കെട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. പ്രപഞ്ച സന്ദേശമായി നമുക്ക് ഇത്രയും കാർഡ്സാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു ടാറോട്ട് സ്പ്രെഡിന്റെ നടുക്കഷ്ണമായ ഈ ഒരു കാർഡാണ്. ദി എംപറർ കാർഡ് നമുക്ക് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് റിവേഴ്സ് എനർജിയിലാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ വ്യക്തിയുടെ സകലവിധ അഹങ്കാരമായിട്ടുള്ള സ്വഭാവവും അഹംഭാവവും തൻ്റെടവും തന്നിഷ്ടവും ധാർഷ്ട്യവും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മാറിയതായി കാണിക്കുന്നു. നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തി കഴിവതും വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, കാമുകി കാമുകന്മാരായിട്ടുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹേതര ബന്ധമായിരിക്കാം. ഏത് ബന്ധമാണെങ്കിലും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പുരുഷ സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് പുരുഷന്മാരുടെ ഊർജം വളരെയധികം താഴ്ന്നതായി കാണിക്കുന്നു. ദി എംപറർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വലിയ രാജാവാണ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്ന കാര്യങ്ങളിലെ കഴമ്പുള്ളൂ, ഇത്തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം പുരുഷ സമൂഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ തീർച്ചയായും നമുക്കിത് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലകുത്തനെ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഈ വ്യക്തിയുടെ സകലവിധ അഹങ്കാരവും ചോർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് തന്നെ ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഈ വ്യക്തി അവലോകനം ചെയ്യുന്നു, അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യുന്നു. അതായത് ഒന്നും കൂടെ ചിന്തിച്ച് ഈ വ്യക്തിയുടെ ഭാഗത്ത് എന്തായിരുന്നു തെറ്റെന്ന് ഈ വ്യക്തി ആലോചിക്കുന്നു. തീർച്ചയായും ദ ചാരിയറ്റ് കാർഡ് എന്നുദ്ദേശിക്കുന്നത് ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ഒരു രാജാവിനെയാണ്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശപ്പെട്ട സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ വ്യക്തിയെ പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയെ പറ്റിച്ചിരിക്കുന്നു. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ കുറെ മോശപ്പെട്ട കൂട്ടുകാര്, അല്ലെങ്കിൽ സത്യസന്ധരല്ലാത്ത കപട സ്നേഹികളായ കൂട്ടുകാരെ ഈ വ്യക്തി ചേർത്ത് നിർത്തി നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങൾക്കോ ഒരു വില തരാതെ നിങ്ങളെ മാറ്റി നിർത്തി. ഈ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തി കണ്ണടച്ച് വിശ്വസിച്ച് കേട്ടു, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അതിലൂടെ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഈ വ്യക്തി അതൊക്കെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ന് ഈ വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ ഒരു കപട സ്നേഹിതരായ കൂട്ടുകാരും തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. ആ ഒരു യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാകുന്നു. ഈ വ്യക്തിയുടെ കയ്യിൽ ധാരാളം പണവും പ്രതാപവും ഉണ്ടായിരുന്ന കാലത്ത് ഈ വ്യക്തിയുടെ കൂടെ നടന്നിരുന്ന ആളുകൾ, അതായത് സുഹൃത്ത് ബന്ധം നടിച്ചുകൊണ്ട് മനസ്സിൽ നിറയെ വിഷം വെച്ച് നടന്നിരുന്ന ഒരു പറ്റം കൂട്ടുകാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അവരൊന്നും ഇപ്പോൾ ഈ വ്യക്തിയുടെ ദയനീയ അവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം.
കൂടുതലും പൈസ കൊടുത്താണ് സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെന്റക്കിൾസിന്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിച്ച് അവർ പറയുന്നതെല്ലാം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ വിലയും തരാതെ, നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഒരു പുല്ല് വില പോലും തരാതെ ഈ വ്യക്തി നിങ്ങളെ ഒരു കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അയക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പരിചരണം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കെയറിങ് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ, അതായത് നിങ്ങളുമായി വേർപിരിയേണ്ടതിനുള്ള കാരണക്കാരായ ഈ വ്യക്തിയുടെ മോശപ്പെട്ട കൂട്ടുകാർ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണെങ്കിലോ ഈ വ്യക്തിയുടെ പുറകെ പോവൽ നിർത്തി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുന്നിൽ അപേക്ഷിക്കുന്ന രീതി നിർത്തി, ഈ വ്യക്തിയുടെ പുറകെ പോകുന്ന പരിപാടി നിർത്തി നിങ്ങളുടെ കാര്യം മാത്രം, നിങ്ങളുടെ കാര്യത്തിൽ മാത്രം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ മാറ്റത്തെയും തികച്ചും ഉറപ്പായും ഈ വ്യക്തി അതിശയിക്കുന്നുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇത്രത്തോളം മാറിയത് എന്ന്, ഇതെങ്ങനെയാണ് ഈ ഒരു മാറ്റം, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി വ്യാകുലപ്പെടുന്നുണ്ട്, വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ബന്ധങ്ങളായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രണയം മതിയായി, മടുത്തു, അത്തരത്തിലുള്ള കാര്യമൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഈ വ്യക്തിയോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ച സത്യം. കാരണം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു മഹാസാഗരം പോലെ കിടക്കുകയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും എന്തൊക്കെ മോശക്കേടുകൾ ഉണ്ടായാലും നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സുകൊണ്ട് ഒരിക്കലും വെറുക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങളെ അറിയിക്കുന്നത്. പിന്നെ കുറേയൊക്കെ അനാവശ്യമായ പ്രവർത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ നിങ്ങൾ സ്വയം മെഡിറ്റേഷൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അപേക്ഷിച്ചു പോകുന്ന രീതി നിർത്തി. അത് എന്തുകൊണ്ടും നന്നായി. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ ഓരോന്നായി മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കൂട്ടാൻ ഒരു കൂട്ടുകാരെയും കൂടെ കൂട്ടാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. കാരണം ഭയമാണ് കാണിക്കുന്നത്. ഈ വ്യക്തി നടക്കുന്ന പാതയിൽ പോലും ശ്രദ്ധിച്ചും നോക്കിയുമാണ് നടക്കുന്നത്. കാരണം ഇനിയും ഒരു മോശക്കേട് താങ്ങാനുള്ള മനസ്സ് ഈ വ്യക്തിക്കില്ല, അതിനുള്ള സാഹചര്യം ഈ വ്യക്തിക്കില്ല. കാരണം ഇനി ഒരു തകർച്ചയും കൂടെ ഈ വ്യക്തി നേരിട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരുപക്ഷെ ജീവിക്കാൻ പോലും താല്പര്യപ്പെട്ടില്ല എന്ന് വരാം. കാരണം അത്രത്തോളം ഈ വ്യക്തി മാനസികമായി തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഈ കുതിരയുടെ പുറത്ത് നിന്ന് പായുന്നത് പോലെ വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കും നമുക്ക് 8 ഓഫ് സോർട്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതും തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനോ കാണാനോ സാധിക്കുന്നില്ലായിരുന്നു. കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ വ്യക്തിയെ വലിയൊരു കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് അത് മനസ്സിലായിരിക്കുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തെറ്റേതാണ് ശരി ഏതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തിയുടെ കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം അഴിച്ചു മാറ്റി ഈ വ്യക്തി സ്വതന്ത്രനായിരിക്കുന്നു. ഈ വ്യക്തി കണ്ണു തുറന്ന് ചുറ്റിനുമുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആരാണ് ഈ വ്യക്തിക്ക് എതിരായിട്ട് നിന്നത്, ആരാണ് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തത്, ഈ പ്രണയബന്ധത്തിൽ ആരാണ് ഈ വ്യക്തിയെ ചതിച്ചത്, നിങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കള്ളനുണകൾ, അതായത് ഈ വ്യക്തിയുടെ മോശപ്പെട്ട കൂട്ടുകാര് പലതരത്തിലുള്ള കള്ളക്കഥകൾ നിങ്ങളെക്കുറിച്ച് മിനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരു മോശം ചിത്രം നൽകാൻ വേണ്ടി
അത്തരത്തിലുള്ള കഥകൾ സത്യമായിരുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു കാര്യത്തിലേക്കുള്ള മാറ്റം തന്നെയാണ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഓർത്ത് അത്രത്തോളം വേദനിക്കുന്നുണ്ട്. കാരണം വേദനിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ഇതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി ഒന്നായി ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എനിക്ക് സന്ദേശം അയക്കുക. വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാവരുടെയും കൂടി കോൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് മാനിച്ചുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് എൻ്റെ അടുത്തേക്ക് വരാവുന്നതാണ്. ഞാൻ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.